ഇന്നത്തെ വീഡിയോ ഫോറക്സ് ബ്രോക്കേഴ്സിനെ പറ്റിയിട്ടാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്കറിയാം 15 വീഡിയോസ് കൊണ്ട് കംപ്ലീറ്റ് ഫോറക്സ് സ്റ്റഡി പഠിക്കാൻ സീരീസ് ആണിത്. 4ാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രോക്കേഴ്സിനെ പറ്റി സംസാരിക്കുന്നത്. നമുക്കറിയാം ഫോറക്സ് ട്രേഡ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്കൊരു ബ്രോക്കറിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന്റെ വർക്കിംഗ് എന്താണ്, എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നതും അതിന്റെ എല്ലാ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അക്കൗണ്ട് ടൈപ്സ്, ഏതൊക്കെ ടൈപ്പ് ബ്രോക്കേഴ്സ് ഉണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പഠിക്കാവുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ഫോറക്സ് ബ്രോക്കർ, എന്താണ് ഫോറക്സ് ബ്രോക്കർ പറയുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് ബ്രോക്കേഴ്സ് ഉണ്ട്, പിന്നെ ബ്രോക്കേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ റെഗുലേഷൻസും സേഫ്റ്റിയും പറയുന്നുണ്ട്. പിന്നെ അക്കൗണ്ട് ടൈപ്സ്, പല ബ്രോക്കേഴ്സും പല രീതിയിലുള്ള അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലിവറേജ് ഉണ്ട്, അതായത് നമുക്ക് വഴി ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ. ഒരുപാട് പേർക്ക് ലിവറേജ് എന്താണെന്ന് അറിയാം, പക്ഷെ ഞാനെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഒരു ബ്രോക്കറിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കറന്റ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ബ്രോക്കേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന ബ്രോക്കറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെ ഒരു ബ്രോക്കർ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ ഇന്നത്തെ ടോപ്പിക്ക് ബ്രോക്കേഴ്സ്, ഫോറക്സ് ബ്രോക്കർ. നമുക്കറിയാം 15 വീഡിയോസ് കൊണ്ട് കംപ്ലീറ്റ് പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, A to Z കാര്യങ്ങൾ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബ്രോക്കേഴ്സിനെ പറ്റി തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഫോറക്സ് ബ്രോക്കർ, നമുക്കത് പേര് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെടുക്കുന്ന ട്രേഡ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനമാണ് ഇത് ബ്രോക്കർ. ആ ഒരു പ്ലാറ്റ്ഫോമിന് പറയുന്ന പേരാണ് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ. ഫോറക്സ് ബ്രോക്കർ ഈസ് എ പ്ലാറ്റ്ഫോം ദാറ്റ് കണക്ട് യു വിത്ത് ദ മാർക്കറ്റ്. അതായത് നിങ്ങളുടെ ട്രേഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ട്രേഡ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതിൽ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കറൻസി വാങ്ങുവാനോ വിൽക്കുവാനോ, ഇപ്പോൾ നമ്മൾ ഗോൾഡ് ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രോക്കറിന്റെ ആവശ്യമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഫോറക്സ് ബ്രോക്കർ. ഓക്കെ, നമുക്ക് ഇടയിലുള്ള ഒരു മിഡിൽ മാൻ എന്ന് പറയും. ഓക്കെ, അതായത് നമുക്ക് ഒരു കറൻസി വാങ്ങുവാനോ വിൽക്കുവാനോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്രോക്കറിനെ ചൂസ് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് നമ്മൾ കറൻസി ആയിക്കോട്ടെ ഗോൾഡ് ആയിക്കോട്ടെ എന്തും നമ്മൾ വാങ്ങുന്നത് വിൽക്കുന്നതും. നമ്മളൊരു സ്ഥലം വാങ്ങുവാണെങ്കിൽ തന്നെ നമുക്കൊരു ബ്രോക്കർ നടുവിലുണ്ടാവും, ഒരു മിഡിൽ മാൻ ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ട്രേഡിങ്ങിലും ഒരു ഫോറക്സ് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പേർക്ക് ഈ സംഭവം അറിയാം, ജസ്റ്റ് ബേസിക് കാര്യമാണിത്. പക്ഷെ എങ്കിലും ഞാൻ ഒന്നും അറിയാത്ത ഒരാൾക്ക് ഫോറക്സിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ് കാരണം അറിയണമല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ നമുക്കറിയാം, ഒരുപാട് ബ്രോക്കേഴ്സ് മാർക്കറ്റിലുണ്ട്. എക്സ്നെസ് ഉണ്ട്, ഒക്ടാഫിക്സ് ഉണ്ട്, എക്സ്എം ഉണ്ട്, IC മാർക്കറ്റ് ഉണ്ട്, ഇനിയും ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. സോ ഞാനൊരു എക്സാമ്പിൾ പോലെ കുറച്ച് ബ്രോക്കേഴ്സ് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ബ്രോക്കർ ഈസ് ലൈക്ക് എ മിഡിൽ മാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മിഡിൽ മാൻ ആണ് ബിറ്റ്വീൻ യു ആൻഡ് ദ റിയൽ കറൻസി മാർക്കറ്റ്. നമുക്കും മാർക്കറ്റിനിടയിൽ ഒരു മിഡിൽ മാൻ ആണ്. നമ്മളിപ്പോൾ ഒരു ബൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബൈ ഓർഡർ മാർക്കറ്റായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമാണ് ഫോറക്സ് ബ്രോക്കർ. ഓക്കെ, വിത്തൗട്ട് ഒരു ബ്രോക്കർ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ കഴിയില്ല. ഒരു ബ്രോക്കർ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോറക്സ് മാർക്കറ്റിൽ പോയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലായി നമുക്ക് എന്ത് ചെയ്തിട്ട് ബ്രോക്കേഴ്സ് ഉണ്ട്, സെറോദ ഉണ്ട്, അപ്സ്റ്റോക്സ് ഉണ്ട്, ഏഞ്ചൽ വൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ. സോ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ബേസിക് കാര്യമാണിത്. സോ ഇത്രേ ഉള്ളൂ. എന്താണ് ഫോറക്സ് ബ്രോക്കർ എന്ന് മനസ്സിലായി. നമ്മളെ ട്രേഡ്സ് കണക്ട് ചെയ്യുക, മാർക്കറ്റായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവത്തിന് പറയുന്ന പേരാണെന്ത്, ബ്രോക്കേഴ്സ്. നമ്മൾ നോക്കാണ്ട് പോകുന്ന ടൈപ്പ് ഓഫ് ബ്രോക്കേഴ്സ്. ഇവിടെ ഞാൻ 3 ടൈപ്പ് ബ്രോക്കേഴ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ഉണ്ട്. അതായത് മാർക്കറ്റ് മേക്കർ ഉണ്ട്, STP ഉണ്ട്, ECN ഉണ്ട്. അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പല ബ്രോക്കേഴ്സും വേറെ ടൈപ്പ് ബ്രോക്കേഴ്സ് ആയിരിക്കും. അപ്പം ഏതൊക്കെ ടൈപ്പ് ബ്രോക്കേഴ്സ് ഉണ്ട്, അതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് മേക്കർ എന്ന ബ്രോക്കർ ഉണ്ട്. അത് പേരല്ല ഉദ്ദേശിച്ചത്, ടൈപ്പാണ്. ഓക്കെ, മാർക്കറ്റ് മേക്കർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രോക്കർ എന്ത് ചെയ്യും, ബ്രോക്കർ ആക്ട് ആസ് എ കൗണ്ടർ പാർട്ടി. അതായത് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അവർ ട്രേഡ് എടുക്കും. ജസ്റ്റ് മീൻ അവരെന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി. നമുക്കറിയാം, എക്സാമ്പിൾ ബിനോമോ, ഐക്യ ഓപ്ഷൻ പോലത്തെ ബ്രോക്കേഴ്സ് ഒക്കെ എന്താണ്, നമ്മളെടുക്കുന്ന ട്രേഡിന് ഓപ്പോസിറ്റ് ട്രേഡ്സ് വരുന്നുണ്ട്. അവർക്ക് തന്നെ അവരുടെ ചാർട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ട്രേഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ബ്രോക്കറിന്റെ മെയിൻ പണി എന്താണ്, നമ്മൾ എടുക്കുന്ന ട്രേഡ് നമ്മളൊരു ബൈ ചെയ്താൽ സെൽ ചെയ്താൽ എന്ത് ചെയ്യണം, ആ ഒരു ഓർഡർ മാർക്കറ്റായിട്ട് കണക്ട് ചെയ്യണം. അതാണല്ലോ ബ്രോക്കറിന്റെ പണി. പക്ഷെ ഇവിടെ മാർക്കറ്റ് മേക്കർ ടൈപ്പ് ആയിട്ടുള്ള ബ്രോക്കർ എന്ന് പറഞ്ഞാൽ അവര് നമ്മളെടുക്കുന്ന ട്രേഡ് നമ്മളൊരു ബൈ ചെയ്താലും സെൽ ചെയ്താലും അതെന്ത് ചെയ്യില്ല, മാർക്കറ്റായിട്ട് അവർ കണക്ട് ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ട്രേഡ് എടുത്തിട്ട് എന്ത് ചെയ്യും, അവർ പ്രോഫിറ്റ്സ് ഉണ്ടാക്കും. അതാണ് ഒരു മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. പിന്നെയുള്ളത് STP, അതായത് സ്ട്രേറ്റ് ത്രൂ പ്രോസസ്സിംഗ് എന്ന് പറയും. അതായത് ആ ഒരു ടൈപ്പ് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഗോ ടു ഡയറക്ട്ലി ടു ലിക്വിഡ് പ്രൊവൈഡേഴ്സ്. അതായത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, നമ്മൾ എടുക്കുന്ന ഓർഡർ, നമ്മൾ ബൈ ആയിക്കോട്ടെ സെൽ ആയിക്കോട്ടെ, അത് നേരെ ഡയറക്റ്റ് മാർക്കറ്റിലോട്ട് പോകും. അത് STP ബ്രോക്കർ എന്ന് പറയും. പിന്നെ ECN ഉണ്ട്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയും.
അതായത് നമ്മളെടുക്കുന്ന ട്രേഡ്, അതായത് നമ്മളെടുക്കുന്ന ബൈ ആയിക്കോട്ടെ സെൽ ആയിക്കോട്ടെ, അത് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്, അതായത് STPയും ECN ഏകദേശം സെയിം ആണ്. ഓക്കെ, ECN ടൈപ്പ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ട്രേഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലോ സ്പ്രെഡ് ആൻഡ് സ്മാൾ കമ്മീഷൻ. ഈ ടൈപ്പ് ബ്രോക്കേഴ്സ് എന്ത് ചെയ്യില്ല, ECN ടൈപ്പ് ബ്രോക്കേഴ്സ് ഒരിക്കലും നമുക്ക് വലിയ കമ്മീഷൻസ് അവർ ഈടാക്കില്ല. നമുക്കറിയാം നമ്മൾ മിഡിൽ മാൻ ആണ് ബ്രോക്കർ, നമ്മളെടുക്കുന്ന ട്രേഡ് അവർ മാർക്കറ്റിൽ കണക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അവർ അതിനൊരു കമ്മീഷൻ പിടിക്കും, ഉറപ്പാണല്ലോ. ബ്രോക്കേഴ്സ് എന്തായാലും കമ്മീഷൻ എടുക്കുമല്ലോ. അപ്പം ECN ടൈപ്പ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ എടുക്കുന്ന ഓർഡർ മാർക്കറ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ചെറിയ കമ്മീഷൻ എടുക്കത്തുള്ളൂ. ഓക്കെ, ചെറിയ കമ്മീഷൻ എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ECN ടൈപ്പ് ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. STP ബ്രോക്കറും സെറ്റാണ്, കാരണം വെച്ചാൽ അവർ ഡയറക്റ്റ് നമ്മൾ ഓർഡർ മാർക്കറ്റിലോട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ കുറച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, കമ്മീഷൻസും സ്പ്രെഡും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, രണ്ടും മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്, ഓർഡർ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷെ ECN ആകുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, കമ്മീഷൻസ് കുറവായിരിക്കും, ചാർജ് കുറവായിരിക്കും ഉണ്ടാവുക. മാർക്കറ്റ് മേക്കർ ബ്രോക്കേഴ്സ് എന്ത് ചെയ്ത് ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്യരുത്, കാരണം വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡും മാർക്കറ്റായിട്ട് പോകുന്നില്ല, അവരെന്നെ അത് മാനിപ്പുലേറ്റ് ആയിട്ട് നമുക്ക് ലോസ് വരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ശ്രമിക്കും. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാണ്ട് പോകുന്ന റെഗുലേഷൻസ് ആൻഡ് സേഫ്റ്റി എന്ന് പറയും. അതായത് നമ്മളൊരു ബ്രോക്കർ സെലക്ട് ചെയ്യുമ്പോൾ അത് ലൈസൻസ്ഡ് ആണോ അല്ലേ നോക്കണം. ഓക്കെ, ഒരുപാട് ബ്രോക്കേഴ്സ് മാർക്കറ്റിലുണ്ട്, ഞാൻ പറഞ്ഞു 30-40 ടൈപ്പ് ബ്രോക്കേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പം ആ ഒരു ബ്രോക്കർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി ശ്രദ്ധിക്കണം. അതായത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ബ്രോക്കർ ആണോ, അതുപോലെ തന്നെ അതിന് വിഡ്രോളും കാര്യങ്ങൾ സപ്പോർട്ടുകളൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ബ്രോക്കർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങൾ കണ്ടിട്ട് ഒരിക്കലും ബ്രോക്കർ സെലക്ട് ചെയ്തത്. ബ്രോക്കർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ലൈസൻസ്ഡ് ആണോ, അതുപോലെ തന്നെ അതിന് വിഡ്രോളും കാരണം കറക്റ്റ് കിട്ടുന്നുണ്ടോ, യൂസർ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുക. ഇവിടെ ജസ്റ്റ് എക്സ്നെസ് ഒക്ടാവസ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കറന്റ് ഇന്റർനാഷണൽ ടൈപ്പ്, ഞാനിപ്പോൾ ദുബായിൽ നിന്നാണ് ട്രേഡ് ചെയ്യുന്നത്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്നെസ് ട്രേഡ് ചെയ്യാൻ പറ്റും, ഒക്ടാവക്സ് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ എക്സ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCA റെഗുലേറ്റഡ് ബൈ FCA ആണ്, ഒക്ടാവക്സ് റെഗുലേറ്റഡ് ബൈ FCA ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഏത് ബ്രോക്കർ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ വെബ്സൈറ്റിൽ പോവാം ഫസ്റ്റ്. ഇപ്പൊ എക്സ്നെസ് ആയിക്കോട്ടെ, ഒക്ടാവക്സ് ആയിക്കോട്ടെ, XM ആയിക്കോട്ടെ, ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പം ഏത് ബ്രോക്കർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് അവിടെ ലൈസൻസ് നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാണ്ട് പറ്റും. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്തിട്ട് റെഗുലേറ്റഡ് ആണോ അല്ലേ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രോക്കർ സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്നിപ്പോൾ നിങ്ങൾ ഇന്ത്യക്കകത്തുള്ള ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. ഇപ്പം ഞാൻ ഇന്റർനാഷണൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല, കാരണം ഞാൻ ദുബായി ഇരുന്നിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾ ഇവിടെ ഇന്ത്യക്കകത്തിരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രോക്കർ സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടും ഇല്ലീഗൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ഒരു വീഡിയോ, ഒരുപാട് പേർക്ക് കറന്റ് നല്ല രീതിക്ക് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും, പുതുതായിട്ട് ട്രേഡ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഡൗട്ടുള്ള സംഭവമാണ് എന്ത്, ഇവിടെ നിന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇന്ത്യക്കകത്തിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവും, ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഒരു വീഡിയോ നെക്സ്റ്റ് ടൈം, അതായത് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ഈ വീഡിയോ വരുന്നതായിരിക്കും. സോ അത് കംപ്ലീറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഞാനിവിടെ കറന്റ് ഒരു ഏതൊരാൾക്കും, ഇപ്പൊ ഞാൻ ഇന്ത്യക്കകത്തുള്ളവർക്ക് മാത്രമല്ല, ഇപ്പൊ പുറത്ത് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, പുറത്ത് നിന്ന് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. സോ എക്സ്നെസ് ഉണ്ട്, ഒക്ടാവക്സ് ഉണ്ട്, XM ഉണ്ട്, അൽപാരി ഉണ്ട്, അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്, ഏത് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഏത് ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ വലിയ പരസ്യം ആഡ് കണ്ടിട്ട് വരുന്ന ബ്രോക്കേഴ്സ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് ലൈസൻസ്ഡ് ആണോ നോക്കുക, റെഗുലേറ്റഡ് ആണോ നോക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ അതാണ് പറയുന്നത്, നമുക്ക് ഫേക്ക് ബ്രോക്കർ എന്ത് ചെയ്യും, നമുക്ക് ഇത്ര ബോണസ് തരാം, 200% ബോണസ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഡ് ഉണ്ടാവും. നമുക്ക് വെറുതെ കുറെ കാര്യങ്ങൾ ഓഫർ ചെയ്യും, പക്ഷെ അതൊന്നും നോക്കാതെ ഇപ്പൊ ചിലപ്പോൾ തരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ലൈസൻസ്ഡ് ആണല്ലേ നോക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. നേരെ പോയിട്ട് അവരുടെ ബോണസ് കണ്ടിട്ട് ഒരിക്കലും പോയി ഡെപ്പോസിറ്റ് ചെയ്യരുത്, നമ്മൾ ഫണ്ട് അവിടെ ലോക്കായി പോകും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോകുന്ന അക്കൗണ്ട് ടൈപ്പ്. ഞാൻ പറഞ്ഞു ഒരുപാട് ടൈപ്പ് അക്കൗണ്ട്സ് ഉണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സംഭവമൊന്നുമില്ല. ബ്രോക്കേഴ്സിനകത്ത്, ഒരു ബ്രോക്കറിനകത്ത് നമുക്കൊരു 3-4 അക്കൗണ്ട് ടൈപ്സ് ഉണ്ടാവും, നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. സോ സെലക്ട് ചെയ്യുന്ന മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമ്മീഷൻ വരുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരു ട്രേഡ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ബ്രോക്കറിനോട് എന്ത് ചെയ്യും, ഒരു ട്രേഡ് ഓപ്പൺ ആക്കിയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കമ്മീഷൻ വരുന്നില്ല, സ്പ്രെഡ് വരുന്നുണ്ട്. സ്പ്രെഡ് എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കേട്ടോ. സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 രൂപയുടെ സാധനം, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡിന് 100 രൂപ എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, 100 എന്നല്ല, 1 lakh അടിക്കാനായിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാം, ഗോൾഡിന് 100 രൂപ എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രോക്കറിനോട് പറയാണ് ബൈ ചെയ്യാൻ, പറയല്ല, നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യണം, ബ്രോക്കറിൽ കയറിയിട്ട് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യണം, ബൈയോ അല്ലെങ്കിൽ സെല്ലോ ചെയ്യുകയാണെങ്കിൽ. ഇപ്പൊ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, ഇപ്പോഴത്തെ ഗോൾഡിന് പ്രൈസ് 100 രൂപ, കറക്റ്റ് 100 രൂപയാണ് പ്രൈസ്. ഇപ്പൊ ഞാൻ ഒരു ബൈ ചെയ്യാന്ന് വിചാരിച്ചു, ബൈ ചെയ്യുമ്പോൾ നമ്മൾ
ഓർഡർ പ്ലേസ് ആവുന്ന എവിടെ ആയിരിക്കും? ചിലപ്പോൾ അവിടെ ഒരു ഫിക്സ്ഡ് സ്പ്രെഡ് ഉണ്ടാവും. അതായത് ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 100 രൂപ. പക്ഷെ നമ്മൾ ഓർഡർ ബൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 100 രൂപ അല്ലെങ്കിൽ 101 ഓർഡർ പ്ലേസ് ആവുക. ഓക്കെ, നമ്മൾ വാങ്ങാൻ കൊടുത്ത ഗോൾഡ് ചിലപ്പോൾ 101 രൂപയിലായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 100 രൂപ. പക്ഷെ നമ്മൾ ഓർഡർ ബൈ ഇട്ടപ്പോൾ ബൈ ഓർഡർ ഓപ്പൺ ആയിട്ടുള്ളത് 101 കാരണം എന്താണ്? ആ ഒരു രൂപ എന്താണ്? ബ്രോക്കറിന്റെ കമ്മീഷൻ ആയിട്ട് എടുക്കും. ഓക്കെ, നമ്മൾ ട്രേഡ് ഇട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് നമ്മൾ ട്രേഡ് ഇട്ട് അപ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് നമുക്ക് കമ്മീഷൻസ് വരില്ല. പക്ഷെ നമ്മൾ ട്രേഡ് ഓപ്പൺ ആക്കുമ്പോൾ പ്രൈസ് ചെറിയ ഡിഫറൻസ് വരും. ബൈ ചെയ്യുമ്പോൾ ഒരു 100 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ ഇപ്പോൾ 101 ബൈ ഓർഡർ പ്ലേസ് ആവുന്നത്. സെല്ല് ഇടാണെങ്കിലോ 100 രൂപയുടെ സാധനം സെല്ല് ചെയ്യുമ്പോൾ ഇപ്പോൾ 1 രൂപ കുറച്ചിട്ടായിരിക്കും സെൽ ഓർഡർ ചെയ്യുക. അതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നുള്ളത് റോ ECN അക്കൗണ്ട്. റോ അല്ലെങ്കിൽ ECN അക്കൗണ്ട് എന്ന് പറയും. അതിൽ ലോ സ്പ്രെഡ് ആയിരിക്കും. ഈ പറഞ്ഞ സ്പ്രെഡ് എന്താണ്? ഇവിടെ കുറവായിരിക്കും. സ്പ്രെഡ് എന്താണ്? നമ്മൾ വാങ്ങുമ്പോൾ ആ ഒരു പ്രൈസുള്ള ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ 101 ഓർഡർ പ്ലേസ് ആവുന്നത്. അപ്പോൾ നമ്മൾ ECN അക്കൗണ്ട് എടുക്കുമ്പോഴോ 100 രൂപ സാധനം നമ്മൾ എന്ത് ചെയ്യും? ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 101 ഓർഡർ പ്ലേസ് ആവുന്നത്. ലോ സ്പ്രെഡ് ആണ് അക്കൗണ്ട് വരുന്നത്. അപ്പോൾ 100 രൂപ 50 പൈസയിലായിരിക്കും ഓർഡർ പ്ലേസ്. അപ്പം സ്പ്രെഡ് കുറവായിരിക്കും ECN അക്കൗണ്ടിൽ. കമ്മീഷൻസ് ഉണ്ടാവും കേട്ടോ. ഇവിടെ കമ്മീഷൻസ് ഇല്ല, ഇവിടെ കമ്മീഷൻസ് ഉണ്ട്. ഇവിടെ സ്പ്രെഡ് ഉണ്ട്, ഇവിടെ സ്പ്രെഡ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ ഡെമോ അക്കൗണ്ട്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഡെമോ അക്കൗണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിഗിനർക്ക് എന്ത് ചെയ്യണം? ചെയ്തു നോക്കണം. നേരെ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഒരിക്കലും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പൈസ ഇട്ടിട്ട് പഠിക്കുമ്പോൾ ഒരിക്കലും പൈസ നമ്മൾ ഇതിട്ടിട്ട് ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡെമോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എത്ര പൈസ ആഡ് ചെയ്യാൻ പറ്റും. അവിടെ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അവിടെ പൈസ ആഡ് ആയി വരും. ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യണമെന്ന് പറ്റത്തില്ല. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡെമോ അക്കൗണ്ട് എന്ന് പറയും. നമുക്ക് എല്ലാ ബ്രോക്കേഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ 1:500 എന്ന് പറയുകയാണെങ്കിൽ ഈ ലിവറേജ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ചെറിയ എമൗണ്ട് ഉപയോഗിച്ചിട്ട് വലിയ ട്രേഡ്സ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ലിവറേജസ് യൂസ് ചെയ്യണത്. നമുക്ക് 1:1000 ഉണ്ട്, 1:2000 ഉണ്ട്, 1:അൺലിമിറ്റഡ് തരുന്ന ബ്രോക്കേഴ്സ് വരെ ഉണ്ട്. പക്ഷെ നമുക്ക് അതൊക്കെ ബെറ്റർ സംഭവം തന്നെയാണ് ഈ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളത് കറക്റ്റ് അതിൻ്റെതായ യൂസിങ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ വെറുതെ വന്നിട്ട് ഒരു $10 $100 ഇട്ടിട്ട് വലിയ ട്രേഡ്സ് ഓപ്പൺ ആക്കാൻ നമുക്ക് പറ്റും, ശരിയാണ്. പക്ഷെ നമ്മൾ ട്രേഡ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 1-2 പോയിന്റ്സ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് അടിച്ചു പോകും. പക്ഷെ അത് കറക്റ്റ് യൂസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ലിവറേജ് നല്ലതാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഡേഞ്ചർ ആണ്. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 1 lakh ആണ് ഗോൾഡിന്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എടുക്കുകയാണെങ്കിൽ എന്താണ്? 4200 4200 പ്രൈസ് വരുന്നത് ഡോളറിൽ. മാർക്കറ്റ് ഇന്ത്യൻ റുപ്പീസിൽ നോക്കുകയാണെങ്കിൽ ഒരു 95,000 ആണെന്ന് കൂട്ടാം. എക്സാമ്പിൾ 95,000 ലെവൽ ഉണ്ട് ഇപ്പൊ പ്രൈസ്. അപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് 95,000 ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഗോൾഡ് ഒരു പവന് വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ 95,000 രൂപ വേണം ശരിക്കും. പക്ഷെ ഇവിടെ ലിവറേജസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ബ്രോക്കേഴ്സ് നമുക്ക് ഫണ്ട് തരും. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു 5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 95,000 ഗോൾഡ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അതിനാണ് ലിവറേജസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 1:500 എന്ന് പറഞ്ഞാൽ 500 ടൈംസ് ഫണ്ട് നമുക്ക് എന്ത് ചെയ്യും? ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? $10 തന്നെ നമുക്ക് ട്രേഡ്സ് ഓപ്പൺ ആക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ അത് പെട്ടെന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ബാധിക്കും. ലിവറേജ് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അത് പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തുതരാം. ഇപ്പം നമുക്ക് അക്കൗണ്ട്സ് ഒക്കെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു $30 അക്കൗണ്ട് വേണമെങ്കിൽ $150 ആക്കാൻ പറ്റും. അതൊക്കെ ലിവറേജസ് കൂട്ടിയിട്ടുള്ള സംഭവമാണ്. അതൊരു ഗാംബ്ലിംഗ് ടൈപ്പ് ആയിരിക്കും. പക്ഷെ അതൊരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഒരിക്കലും ഞാനത് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പോലെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യരുത്. അതിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒരിക്കലും അതന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യരുത്. ജസ്റ്റ് ഒരു റിസ്ക് എടുക്കാൻ പറ്റിയ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് ഫ്ലിപ്പ് ചെയ്യുന്ന കുറേ പേരൊക്കെ ഉണ്ട്. $30 ഉള്ളത് $500 ആക്കും, $1000 ആക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഈ സംഭവം തന്നെയാണ്. അൺലിമിറ്റഡ് ലിവറേജ് ഇട്ടിട്ട് ട്രേഡ്സ് ഓപ്പൺ ആക്കും. ഓക്കെ, അതായത് ഇവിടെ വാൺസിയ കൊടുത്തിട്ടുണ്ട്, ഹൈ ലിവറേജ് ഗീവ് ബിഗ് പ്രോഫിറ്റ് ബട്ട് ബിഗ് ലോസസ് ആൾസോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലിവറേജ് നല്ലതാണ് കറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഉള്ളത് എങ്ങനെയാണ് ബ്രോക്കർ ഓപ്പറേറ്റ് ചെയ്യുക. അതൊരു ബ്രോക്കറിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്ന് പറയാൻ. അതായത് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ പോവുക, ബ്രോക്കറിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക? രജിസ്റ്റർ. അതായത് ജസ്റ്റ് ഒരു ഇമെയിൽ ID കൊടുക്കുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് ഓപ്പൺ ആയി. ബ്രോക്കറിൽ അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആയി. പിന്നെ എന്ത് വെരിഫൈ ചെയ്യണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ ID കൊടുക്കുക, ആധാർ കാർഡോ പാൻ കാർഡോ, അല്ലെങ്കിൽ പുറത്താണെങ്കിൽ അവിടുത്തെ എമിറേറ്റ്സ് ID കാർഡും കൊടുത്തിട്ട് എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഒട്ടുമിക്ക ബ്രോക്കേഴ്സിലേക്ക് 5 മിനിറ്റ് കൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും.
പിന്നെ ഉള്ളത് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ. നിങ്ങൾ ഇന്ത്യക്കകത്താണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UPI ഉണ്ട്, ഗൂഗിൾ പേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, പിന്നെ ക്രിപ്റ്റോ നമുക്ക് USDT വഴി ഡെപ്പോസിറ്റ് ചെയ്യുക, USDT വഴി വിഡ്രോ ചെയ്യാനൊക്കെ പറ്റും. ഞാനിപ്പോൾ കറന്റ് ഇവിടെ ദുബായിൽ നിന്ന് തന്നെ ഇവിടുത്തെ അക്കൗണ്ടൊക്കെ വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ നിങ്ങൾ പുറത്തുനിന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത്, നിങ്ങൾക്ക് അവിടുത്തെ ബാങ്ക് അക്കൗണ്ട്സുകളിലൊക്കെ വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് കണക്ട് ചെയ്ത്, അതായത് ബ്രോക്കർ മെറ്റാട്രേഡ് കണക്ട് ചെയ്യണം. കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ ട്രേഡ് ഓപ്പൺ ആക്കാൻ പോവാന്നുണ്ടെങ്കിൽ ബ്രോക്കറാണ് നമ്മളെ മിഡിൽ മാൻ. ഓക്കെ. ബ്രോക്കർ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന ട്രേഡ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ബ്രോക്കറും മെറ്റാട്രേഡ് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ബ്രോക്കർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും കാര്യങ്ങളാണ്. പക്ഷെ ഈ ബ്രോക്കർ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ബ്രോക്കറിന്റെ അകത്ത് കയറി ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ബ്രോക്കർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെർവറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർവർ നമുക്ക് എന്ത് ട്രേഡ് ഓപ്പൺ ആക്കാം. സെയിം ബ്രോക്കറിലാണ് ട്രേഡ്സ് ഒക്കെ വരുന്നത്, അത് മനസ്സിലാക്കണം. പക്ഷെ ഈ ബ്രോക്കറും ഈ സെർവറും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെർവറിൽ ട്രേഡ്സ് ഓപ്പൺ ആക്കാൻ പറ്റും. ഈ സെർവറിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ലാഗ് കാരണമൊന്നും ഒരിക്കലും വരത്തില്ല. കറക്റ്റ് അത്യാവശ്യം നല്ല ടൂൾസുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്രോക്കറും ഈ മെറ്റാട്രേഡർ 5 അല്ലെങ്കിൽ മെറ്റാട്രേഡർ 5, 4 ഒക്കെ ഉണ്ട്. നമുക്ക് ഏത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ട്രേഡ്സ് ഓപ്പൺ ആക്കുക, ഇവിടെ നമുക്ക് ഫണ്ട് വിഡ്രോ ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് രണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ എടുക്കുന്ന അതേ പ്രോഫിറ്റ് ഇവിടെ വരുന്നുണ്ടാവും. ഓക്കെ. അപ്പം മെറ്റാട്രേഡ് എന്ന് പറഞ്ഞ സെർവറാണ്, ട്രേഡ്സ് എടുക്കാനും ക്ലോസ് ചെയ്യാനുള്ള സെർവറാണ്. അത് നമ്മൾ ബ്രോക്കറായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. പിന്നെയുള്ള എന്തെങ്കിലും ജസ്റ്റ് ട്രേഡ് ഓപ്പൺ ചെയ്യുക. അതായത് നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തു, ഇമെയിൽ ID പാസ്വേഡ് എടുത്ത് രജിസ്റ്റർ ചെയ്തു, KYC കംപ്ലീറ്റ് ആക്കി, പ്രൂഫ് കൊടുത്തിട്ട് എന്ത് ചെയ്തു, KYC കംപ്ലീറ്റ് ആക്കി, ഒരു ഡെപ്പോസിറ്റ് ചെയ്താൽ ഫണ്ട് നമുക്ക് ഏത് മെത്തഡാണ് നമുക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് അതുപോലെ നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബ്രോക്കറും ഈ സെർവർ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ട്രേഡ് എന്ത് ചെയ്യുക, ബൈയോ സെല്ലോ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മാർക്കറ്റ്, പക്ഷെ നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് ഒരിക്കലും ട്രേഡ് ഓപ്പൺ ആക്കേണ്ട. നമുക്ക് വഴി എല്ലാ കാരണം പഠിക്കുന്നുണ്ട്, 15 ദിവസം കൊണ്ട് എല്ലാ കാരണം പഠിക്കുന്നുണ്ട്. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്രേഡ്സ് ഒക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഡെപ്പോസിറ്റ് വിഡ്രോവൽ. ഓക്കെ. അതായത് ഫാസ്റ്റ് ഡെപ്പോസിറ്റ്, ഫാസ്റ്റ് വിഡ്രോവൽ ഓപ്ഷൻസ്, അതായത് UPI, നെറ്റ് ബാങ്ക്, ക്രിപ്റ്റോ. ഓക്കെ. ഞാൻ കറന്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്രിപ്റ്റോ ആണ്. പിന്നെ ഞാൻ ഇവിടുത്തെ അക്കൗണ്ടൊക്കെ ഞാൻ വിഡ്രോ ചെയ്യാറുണ്ട്, ADCBയുടെ അക്കൗണ്ടൊക്കെ വിഡ്രോ ചെയ്യാറുണ്ട് ഫണ്ടൊക്കെ. എങ്കിലും ക്രിപ്റ്റോ പറയുമ്പോൾ നമുക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. USDT ഒക്കെ ആണെങ്കിലും ഫാസ്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ കംപ്ലീറ്റ് ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഇന്ത്യക്കകത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടുന്ന ട്രേഡ് ചെയ്യുന്ന ആരായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫണ്ട് വിഡ്രോ ചെയ്യേണ്ടത്, നിങ്ങളിപ്പം ഒരു ബ്രോക്കറിലെ അക്കൗണ്ട് എടുത്തിട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത് ആ അക്കൗണ്ടൊക്കെ എന്ത് ചെയ്യുക, ഫണ്ട് വിഡ്രോ ചെയ്യുക കേട്ടോ. വേറൊരു അക്കൗണ്ടിലേക്ക് ഒരിക്കലും ചെയ്യരുത്. ഐ മീൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഫണ്ട് നിങ്ങൾ ബ്രോക്കർക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് ആ അക്കൗണ്ടിൽ നിങ്ങൾ കംപ്ലീറ്റ് യൂസ് ചെയ്യുക. ഫണ്ട് വിഡ്രോ ചെയ്യാനും ആ അക്കൗണ്ടിൽ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഉള്ളത് വാൺ അഗെയിൻസ്റ്റ് ഗിവിംഗ് ലോഗിൻ വിഡ്രോ ആക്സെപ്റ്റ് അതേഴ്സ്. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബ്രോക്കറിന്റെ ഇമെയിൽ ID പാസ്വേഡ് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബ്രോക്കറിന്റെ ഇമെയിൽ ID പാസ്വേഡ് നിങ്ങൾ തന്നെ യൂസ് ചെയ്യുക, നിങ്ങൾ ലോഗിൻ ചെയ്യുക. വേറെ ആൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ കൊടുക്കരുത്. കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഫണ്ട് എടുത്തിട്ട് വിഡ്രോ അടിച്ചു പോകും, അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടോ ക്രിപ്റ്റോ അഡ്രസ്സിലോട്ടോ വിഡ്രോ അടിച്ചു പോകും. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ ഇപ്പോൾ ഒട്ടുമിക്ക ബ്രോക്കേഴ്സിലൊക്കെ സെക്യൂരിറ്റി ഭയങ്കര തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്കൊരു ഫണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് XMLൊക്കെ നമുക്ക് എന്തുണ്ട്, ഒക്ടാഫിക്സിലൊക്കെ നമുക്ക് പിൻ നമ്പർ ഉണ്ട്. ആ പിൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയും സെക്യൂരിറ്റി ആണ്. XML നമുക്ക് ഫേസ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. എക്സ്നെസിലായാലും നമുക്ക് ഗൂഗിൾ ഒതന്റിക്കേറ്റർ സംഭവം ഉണ്ട്. ആ ഒരു OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒട്ടുമിക്ക ബ്രോക്കേഴ്സ് ഒക്കെ സെക്യൂർഡ് ആണ്, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് ഒന്നും ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. പിന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രോക്കേഴ്സ് മാർക്കറ്റിലുണ്ട്. പക്ഷെ ഞാൻ ഈ ബ്രോക്കർ ഇപ്പോൾ ഇവിടെ റെക്കമെൻഡ് ചെയ്യാൻ കാരണം വെച്ചാൽ ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് എക്സ്നെസ് ഒക്ടാവക്സ് ആണ്. നമുക്കറിയാം ഇന്ത്യക്കകത്ത് ഈ ഒരു ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ന്യൂസുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ത്യക്കകത്തിരുന്ന് ട്രേഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. നമുക്ക് ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഫോറക്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റാണ്, നമുക്ക് എവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇവിടെ നിന്നാകുമ്പോൾ എനിക്ക് ഇതൊന്നും ഇഷ്യൂസ് ചെയ്യാൻ ഫേസ് ചെയ്യുന്നില്ല. നാട്ടിലായാലും പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ എക്സ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് വിഡ്രോവൽ, ബിഗിനർ ഫ്രണ്ട്ലി ആണ്, കുഴപ്പമില്ലാത്ത ഒരു ബ്രോക്കറാണ് എക്സ്നെസ് എന്ന് പറഞ്ഞാൽ. ഒക്ടാഫിക്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഫോറക്സിലോട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എപ്പോഴും ഒക്ടാഫിക്സ് പോലത്തെ ബ്രോക്കർ സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. നിങ്ങൾ വലിയ ഫണ്ടൊക്കെ ഇടുമ്പോഴും ബ്രോക്കറൊക്കെ പെർഫെക്റ്റ് തന്നെ, അറൗണ്ട് 10 years 11 yearsോളം ബ്രോക്കേഴ്സ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഓക്കെ. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ഇന്റർഫേസ് ആണ്. അതായത് സ്മാൾ ട്രേഡേഴ്സ്, അതായത് പുതിയ ട്രേഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരാൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട്
അക്കൗണ്ട് എടുത്തിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ കാര്യങ്ങളൊക്കെ. ഇവരുടെ ആപ്പ് തന്നെ കാണുമ്പോൾ നമുക്കൊരു ഇന്റർഫേസുകളൊക്കെ പെർഫെക്റ്റ് ആണ്. ഒരു ബിഗിനർക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പുകളൊക്കെയാണ്. ഇന്റർഫേസ് ഒക്കെ നൈസ് ആണ്. നമുക്ക് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോലൊക്കെ കംപ്ലീറ്റ് അറിയാൻ പറ്റും. എക്സ്നെസ്സും സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് എക്സ്നെസ്സിലൊക്കെ. ഓക്കെ, അപ്പോൾ ഒരുപാട് ബ്രോക്കേഴ്സ്, ഇനിയും ഒരുപാട് ബ്രോക്കേഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറേ ബ്രോക്കേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് എന്താ ഇനിയിപ്പോൾ ഇപ്പോഴാണ് ചൂസ് ചെയ്യുക. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈസൻസുകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ബ്രോക്കർ സെലക്ട് ചെയ്യുക. ഇനി ഞാൻ പറയുന്നത്, ഇന്ത്യക്കകത്തിരുന്ന് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് ഏതൊക്കെ ബ്രോക്കർ ട്രേഡ് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യുകയാണെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യണം, സേഫ് ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേണേൽ വീഡിയോ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നില്ല, ജസ്റ്റ് സേഫ് ആയിട്ട് ITR ഫയൽ ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ഫോറക്സ് ബ്രോക്കറെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കകത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബ്രോക്കേഴ്സും സേഫ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ 15 വീഡിയോസ് ഫുള്ളായിട്ട് എല്ലാവരും കാണുക, എന്നാലേ നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റിലുള്ള സ്ട്രാറ്റജീസ്, കറൻസീസ് ഒക്കെ എപ്പോൾ ബൈ ചെയ്യണം, എപ്പോൾ സെല് ചെയ്യണം, ട്രെൻഡ് മനസ്സിലാക്കാനുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ ഈ ഒരു സീരീസിൽ ഉണ്ടാവും. പക്ഷെ കുറച്ചൊക്കെ ലാഗ് വരുന്നുണ്ട് നിറയെ വീഡിയോസിനായിട്ട്, പക്ഷെ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടായിരിക്കും. സോ എല്ലാവരും ക്ഷമിക്കുക. എന്തായാലും പെട്ടെന്ന് തന്നെ ആഴ്ചയിൽ 2 വീഡിയോകളും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.